നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇളന്തിക്കര കോഴിത്തുരുത്ത് മണൽബണ്ടിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പറവൂർ തെക്കിനടുത്ത് മനീക് പൗലോസിന്റെയും ടീനയുടെയും മകൻ 17 വയസ്സുള്ള മാനവാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ അപകടത്തെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. കൊടുങ്ങല്ലൂർ പറവൂർ റോഡിൽ സർവീസ് നടത്തുന്ന ജയലക്ഷ്മി എന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ എന്ന ആശയം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മാലിപ്പുറം KSEB ഓഫീസിനു മുന്നിലെ ജനകീയ ഉപവാസ സമരം 5 മാസം പിന്നിട്ടു. 175-ാം ദിവസം ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ് മനുഷ്യാവകാശ സംഘടന ഉപവാസ സത്യാഗ്രഹം നടത്തി. വാർത്തകൾ വിശദമായി. ഇളന്തിക്കര കോഴിത്തുരുത്ത് മണൽബണ്ടിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പറവൂർ മൂകാംബി റോഡ് തെക്കിനടുത്ത് മനീക് പൗലോസിന്റെയും ടീനയുടെയും മകൻ 17 വയസ്സുള്ള മാനവാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 4-ന് മറ്റേഴ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് മാനവ് ഇവിടെ എത്തിയത്. ആദ്യം ഒരാൾ പുഴയിൽ ഇറങ്ങിയെങ്കിലും നീന്താൻ സാധിക്കാത്തതിനാൽ തിരിച്ചു കയറി. ഇതോടെ മാനവ് പുഴയിലേക്ക് നീന്താൻ ഇറങ്ങി. മാനവ് മുങ്ങിപ്പോകുന്നത് കണ്ട് സുഹൃത്ത് രക്ഷിക്കാനായി പിടിച്ചതോടെ രണ്ടുപേരും മുങ്ങി. ഉടനെ മറ്റൊരു സുഹൃത്ത് മാനവിനെ രക്ഷിക്കാൻ ശ്രമിച്ചയാളെ പിടിച്ചു കയറ്റി. എന്നാൽ മാനവ് പുഴയിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു എന്ന് പറയുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം തിരച്ചിലിൽ മാനവിനെ കണ്ടെത്തി. ചാലാക്ക മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അണ്ടർ 19 കേരള ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന മാനവ് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ബയോളജി വിദ്യാർത്ഥിയാണ്. മീഡിയ ടൈം, പറവൂർ. കൊടുങ്ങല്ലൂരിൽ അപകടത്തെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. കൊടുങ്ങല്ലൂർ പറവൂർ റോഡിൽ സർവീസ് നടത്തുന്ന ജയലക്ഷ്മി എന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട കാർ ബസ്സിൽ ചെന്നിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. സംഭവസ്ഥലമായ ശൃംഗപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ട ബസ്സിന് നേരെയാണ് ചൊവ്വാഴ്ച രാത്രിയിൽ ആക്രമണമുണ്ടായത്. ബസ്സുടമ അഖിൽ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ എന്ന ആശയം യാഥാർത്ഥ്യമാക്കി കേരളത്തിലെ 1.5 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ജീവനും ജീവിതവും ശാശ്വതമായി സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് മാലിപ്പുറം KSEB ഓഫീസിനു മുന്നിൽ നടന്നുവരുന്ന അനിശ്ചിതകാല ജനകീയ ഉപവാസ സമരം 5 മാസം പിന്നിട്ടു. 175-ാം ദിവസം ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംഘടന വൈപ്പിൻകരയിലെ സമരപ്പന്തലിലെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഉപവാസ സത്യാഗ്രഹം നടത്തി. HSMHR വൈപ്പിൻ മേഖലാ പ്രസിഡന്റ് NK തങ്കച്ചൻ, സെക്രട്ടറി PN സുബ്രഹ്മണ്യൻ, ജോയിന്റ് സെക്രട്ടറി KC ഉണ്ണി എന്നിവർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. സത്യാഗ്രഹ സമരം HSMHR സ്റ്റേറ്റ് ചെയർമാൻ EM ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ പ്രസിഡന്റ് വർക്കിച്ചൻ P മേനാച്ചേരി സമാപന സന്ദേശം നൽകി. സംസ്ഥാന ട്രഷറർ MK സുബ്രഹ്മണ്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MK വിജയൻ, സമരസമിതി പ്രസിഡന്റ് രമേശ് രവി, ജനറൽ സെക്രട്ടറി സ്മിജിൻ, ജോയിന്റ് സെക്രട്ടറി ഷിജി തമ്പി, വൈസ് പ്രസിഡന്റ് ഡേവിഡ് അട്ടിപ്പേറ്റി എന്നിവർ സംസാരിച്ചു. പുതിയതായിട്ട് നിർമ്മിക്കുന്ന ആ മനുഷ്യനെ കബളിപ്പിക്കുന്ന ആ പ്രോജക്റ്റ് മാറ്റിവെച്ചിട്ട് 2014 സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു തുരങ്കം അതെത്രയും വേഗം സാധ്യമാകുന്നതാണ്. അതുവഴി കേരളത്തിലെ 6 ജില്ലകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും സമാധാനമായിട്ട് ജീവിക്കാനും എല്ലാം സാധിക്കുന്ന ഒരവസ്ഥ ലഭിക്കും എന്നാണ് അധികാരികൾ അതിന് കണ്ണു തുറക്കുക. കുഴൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പ്രസിഡന്റ് സാജിൻ കൊടിയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി കൂട്ടാല, ബിജി വിൽസൺ, PS സന്തോഷ് കുമാർ, സേതുമോൻ ചിറ്റേത്ത്, നന്ദിത വിനോദ്, ബിനോയ് പൗലോസ്, റിൻസി ഷൈജൻ, പ്രിയ ലിയോ, ICDS സൂപ്പർവൈസർ ഡിനി വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു.
അസംഘടിത മേഖലകളിൽ തൊഴിലെടുക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാള ടൗണിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. CITU ഏരിയ പ്രസിഡന്റ് CS രഘു ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി MM നൌഷാദ്, മനോഹരൻ, മല്ലിക, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആഗോളവൽക്കരണ പുത്തൻ സാമ്പത്തിക ഭരണ പരിഷ്കാരം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയതിന്റെ ഭാഗമായി തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരായി 22 പൊതു പണിമുടക്കുകളാണ്. കൊങ്കണി മാതൃഭാഷയായുള്ള ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ തനതു ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും പറവൂരിൽ നടന്നു. ശ്രീ വെങ്കടാചലപതി ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് CS സുനിൽകുമാർ പൈ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭ പറവൂർ യൂണിറ്റ് പ്രസിഡന്റ് CG ശ്രീകരപ്പൈ, GSB മഹാസഭ സെൻട്രൽ സോൺ ചെയർമാൻ ദിലീപ് V പൈ, ശ്രീ വെങ്കടേശ്വര സേവാ സംഘം മെമ്പർ V ഗോപിനാഥ മല്ലൻ, ദേവസ്വം ഭരണാധികാരി TR ഉദയചന്ദ്ര ഷേണായ്, ഗ്രാമസഭ വനിതാ വിഭാഗം പ്രസിഡന്റ് ബിന്ദു പ്രഭു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇളന്തിക്കര കോഴിത്തുരുത്ത് മണൽബണ്ടിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പറവൂർ തെക്കിനടുത്ത് മനീക് പൗലോസിന്റെയും ടീനയുടെയും മകൻ 17 വയസ്സുള്ള മാനവാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ അപകടത്തെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. കൊടുങ്ങല്ലൂർ പറവൂർ റോഡിൽ സർവീസ് നടത്തുന്ന ജയലക്ഷ്മി എന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ എന്ന ആശയം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മാലിപ്പുറം KSEB ഓഫീസിന് മുന്നിലെ ജനകീയ ഉപവാസ സമരം 5 മാസം പിന്നിട്ടു. 175-ാം ദിവസം ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ് മനുഷ്യാവകാശ സംഘടന ഉപവാസ സത്യാഗ്രഹം നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.